ഗൈസ് വെൽക്കം ടു ക്രിയേറ്റീവ് ടെക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലോയിങ് സ്മോക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫ്ലോയിങ് സ്മോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെ ഈ ഫ്ലോയിങ് സ്മോക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കാൻ പോണത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ 100 മാസ്റ്റിക്കാണ് ഉപയോഗിക്കാൻ പോണത്. കഴിഞ്ഞോട്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ 10 മാസ്റ്റിക്കറ്റായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടി കൂട്ടിയിട്ട് എന്താവും അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കോൾ കണ്ടന്റ്സും അതേപോലെ തന്നെ ക്രേസി ഇൻവെൻഷൻസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ വേഗം പോയി ലൈക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ചെയ്യാനായിട്ട് ആദ്യം വേണ്ട കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ലൈറ്റർ വേണം, അതേപോലെ തന്നെ ഒരു 3 ബോക്സ് മാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഒരു വെസലും, അതേപോലെ തന്നെ അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അലൂമിനിയം ഫോയിലിൽ നിന്ന് ചെറിയൊരു പീസ് എടുക്കണം. സോ അലൂമിനിയം ഫോയിൽ ഒന്ന് നേരെ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നേരെയായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്ത് നേരെ ആവാന്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ചെറിയൊരു പീസ് അലൂമിനിയം ഫോയിൽ വലിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് മാസ്റ്റിക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ബോക്സ് മാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ബോക്സിൽ 40 എണ്ണം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ബോക്സിൽ എഴുതി കാട്ടിയിരുന്നത്. സോ ഞാൻ 3 ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 120 എണ്ണമാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കണ പോലെ തന്നെ നിങ്ങൾ വെക്കണം. എങ്ങനെ വെക്കേണ്ടത് വെച്ചാൽ ആ തീ കത്തുന്ന ഭാഗം മേലെ ഭാഗത്തോട്ടായി വെക്കണം, അതേപോലെ തന്നെ തീ കത്താത്ത ഭാഗം താഴെ ഭാഗത്തോട്ടായി വെക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു PVC പൈപ്പോ അതേപോലെ എന്തെങ്കിലും വെക്കണം, ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വൃത്തിയായിട്ടുള്ള റോള് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാസ്റ്റിക്കൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ മാസ്റ്റിക് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. $170 മാസ്റ്റിക് ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് ചെറിയ 17 മാസ്റ്റിക് തന്നെ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 170 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ആ PVC പൈപ്പ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്യണം. അപ്പോൾ റോൾ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ സൈഡിലോട്ടായി വെക്കുന്നുണ്ട് അതിനത്. അപ്പോൾ കുറച്ച് സുഖത്തിൽ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ മെല്ലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് റോൾ ചെയ്യുക, ആ അലുമിനിയം ഫോയിൽ മടങ്ങി പോവാതെ. അപ്പോൾ മേൽഭാഗം ചെറുതായി മടങ്ങി പോയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് ചെയ്യുക, മടങ്ങി പോയാൽ. എന്നിട്ട് ആ അവസാനം വരെ എത്തുമ്പോൾ ആ PVC പൈപ്പ് ഒന്ന് ഊരിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ അലൂമിനിയം ഫോയിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കീറി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് മെല്ലെ അമർത്തിയിട്ട് അതൊന്ന് മെല്ലെ പിരിച്ചു കൊടുക്കുക. അതിന് പിന്നെ ഈ അലൂമിനിയം ഫോയിൽ വലിച്ചെറിയാം. നിങ്ങൾ വലിച്ചൊന്നും എറിയണ്ട. സോ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മേൽഭാഗം ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഫൈനൽ ലുക്ക്. ഗ്ലാസിൻ്റെ വെസലിൽ ആ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈറ്റർ കൊണ്ട് നിങ്ങളതൊന്ന് കത്തിച്ച് കൊടുക്കുക. സോ ലൈറ്റർ ഞാൻ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കണത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ലോണം കത്തുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ലൊന്ന് കത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നല്ല തീ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ലൈറ്ററും പോയിരുന്നു. സോ നല്ല തീ വന്നിട്ടുണ്ട്. ബോണസായിട്ട് നല്ല സ്മോക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് രസത്തിലാണ് വന്നതെന്ന്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ പോലെ സ്മോക്ക് നിന്നില്ല, ടേബിളിൽ തട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കാറ്റുണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് ടേബിളിൽ തട്ടിയില്ല. എന്നാൽ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ വട്ടത്തെക്കാട്ടി കൂടുതൽ കണ്ടൻസ് ആയിരുന്നിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ട് ഈ അലൂമിനിയം ഫോയിലിൻ്റെ മേൽഭാഗം. അതേപോലെ തന്നെ ഈ ഓട്ടയിൽ കൂടിയാണ് അത് പുറത്തോട്ട് വന്ന തീ. ഇനി എന്ത് രസത്തിലാണ് പുക വന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലൊരു ഫൺ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ട് ആ ലൈറ്റർ തന്നെ വലിച്ചെറിഞ്ഞു. കാരണം
ഒരു ആ തീ കത്തണം കണ്ടപ്പോൾ ചെറുതായിരുന്നു പേടി വന്നു. കാരണം 100 മാച്ച് സ്റ്റിക്ക് അങ്ങനെ കത്തും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പുക പിന്നെയും വന്നുകൊണ്ടൊക്കെയുണ്ട്. പുക നിന്നിട്ടില്ല വരൽ. എന്താ നിങ്ങൾക്ക് ചെറുതായി കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പുക വരുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ട് മാസ്റ്റിക്സ് എല്ലാം ഒന്നുപോലും കത്താണ്ട് പോയിട്ടില്ല. അപ്പോൾ എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുറേ മാസ്റ്റിക് ഞാൻ കളഞ്ഞിരുന്നു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ അലുമിനിയം ഫോയിൽ കാണാൻ പറ്റും. അലുമിനിയം ഫോയിലിൽ 2-3 ഓട്ടമുണ്ട്. ആ ഓട്ടയിൽ കൂടിയാണ് തീ പുറത്തോട്ട് വന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 1000 മാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സേഫ്റ്റിയോടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ 100 മാസ്റ്റിക്കിൽ നിന്നാണ് ഇങ്ങനത്തെ തീ വന്നത്. അപ്പോൾ എനിക്ക് വേണ്ട നല്ല സ്മോക്കൊക്കെ വന്നിരുന്നു. സ്മോക്ക് വന്നിട്ട് കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ ടേബിളിൽ തട്ടിയില്ല, കാറ്റുള്ളതുകൊണ്ട് അത് പറന്നുപോയി. പക്ഷേ ഇപ്രാവശ്യം ബോണസ് ആയിട്ട് തീയും വന്നിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു തീയൊക്കെ വരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് കൊണ്ട് 10 മാസ്റ്റിക്കോ 17 മാസ്റ്റിക്കോ ഉപയോഗിച്ചപ്പോൾ തീയൊന്നും വന്നിട്ടില്ല. ഇപ്രാവശ്യം 100 മാസ്റ്റിക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ തീ പുറത്തോട്ട് വന്നു. ചെറുതായിട്ട് സേഫ്റ്റി ഒക്കെ എൻഷുർ ആക്കിയിട്ടായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ തീയൊക്കെ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ 100 മാസ്റ്റിക് ആണ്. ഇപ്പോൾ ഒരു 1000 മാസ്റ്റിക് ആണെങ്കിൽ ഇതിനെക്കാളും നല്ല തീയൊക്കെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ 1000 മാസ്റ്റിക് ആണ് 100 മാസ്റ്റിക് ആണ് നോക്കേണ്ടത്. എന്തായാലും ചിലപ്പോൾ തീ നല്ല വന്നു പോവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്ത് ചെയ്യാം. സോ നല്ലൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഇത്. ഏറ്റവും രസമായത് ആ ജാറിൽ ആ സ്മോക്ക് കണ്ടൻസ് ആയി നിന്നത് കാണാനായിരുന്നു. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ തന്നെ സ്മോക്ക് കണ്ടൻസ് ആയി നിന്നപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. നല്ല രസമായത് ഇങ്ങനെ കണ്ടൻസ് ആയി നിന്ന് കാണാൻ. ഇപ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ തൊട്ട് അത്ര സ്മോക്കൊന്നും ആ ഗ്ലാസ്സിൽ കണ്ടൻസ് ആയി നിന്നില്ലായിരുന്നു. കാരണം കുറഞ്ഞ മാസ്റ്റിക് ആയിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ കൂടുതൽ ഉപയോഗിക്കും നല്ല സ്മോക്ക് വരും. അതേപോലെ തന്നെ ചിലപ്പോൾ ബോണസായി തീയൊക്കെ വരാം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന് പോയി ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കൂൾ കണ്ടന്റ്സിനായിട്ട് അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.